കണ്ടെയ്നർ ലോറി ഇടിച്ചു തകർത്ത് രണ്ടാഴ്ചയിലേറെ അടച്ചിട്ട ഇരിട്ടി പാലം വെള്ളിയാഴ്ച തുറന്നേക്കും. ലോറി ഇടിച്ചു തകർന്ന പാലത്തിൻ്റെ മേലാപ്പിലെ ക്രോസ് ബാർ പുനഃസ്ഥാപിക്കാനുള്ള നടപടി അധികൃതർ ആരംഭിച്ചു. ഈ മാസം 4-നായിരുന്നു ലോഡിറക്കി തിരികെ പോവുകയായിരുന്ന ഹരിയാന രജിസ്ട്രേഷൻ കണ്ടെയ്നർ ലോറി 90 വർഷം പഴക്കമുള്ള പാലത്തിൻ്റെ മേലാപ്പിലെ ഉരുക്ക് നിർമ്മിത ക്രോസ് ബാർ ഇടിച്ചു തകർത്തത്. മേലാപ്പ് തകർന്ന് പാലത്തിൻ്റെ മധ്യത്തിൽ തൂങ്ങി നിന്നതോടെ അപകടമുണ്ടാക്കിയ ലോറി പാലത്തിന് മുന്നിൽ നിർത്തിയിട്ട് ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെടുത്തി അധികൃതർ പോവുകയായിരുന്നു. ക്രോസ് ബാർ തകർന്നതോടെ 2 ആഴ്ചയിലധികമായി പാലം വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരുന്നു. പഴയ പാലം വഴി ഗതാഗത നിരോധനം വന്നതോടെ പുതിയ പാലം കവലയിൽ ഗതാഗത സ്തംഭനവും രൂക്ഷമാവുകയും അപകട സാധ്യതയും വർദ്ധിച്ചു. കൊട്ടിയൂർ ഉത്സവം നടക്കുന്ന സമയവും സ്കൂൾ തുറന്നതും മൂലം വാഹന ബാഹുല്യം കൂടിയതും പ്രതിസന്ധി സൃഷ്ടിച്ചു. മാസങ്ങളായി പാലം കവലയിലെ സിഗ്നൽ സംവിധാനവും പ്രവർത്തനരഹിതമാണ്. 2 ആഴ്ച പിന്നിട്ടിട്ടും അപകടം വരുത്തിയ കണ്ടെയ്നർ ലോറി മാറ്റാനോ തകർന്ന ഭാഗം അറ്റകുറ്റപ്പണി നടത്താനോ അധികൃതർ തയ്യാറായിരുന്നില്ല. ഇതോടെ പൊതുമരാമത്തിൻ്റെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയും മാധ്യമങ്ങൾ വാർത്തയാവുകയും ചെയ്തു. എന്നിട്ടും 2 ആഴ്ചയ്ക്ക് ശേഷമാണ് അധികൃതർ കണ്ണു തുറന്നത്. പാലം ഇടിച്ചു തകർത്ത വാഹനം പാലത്തിന് മുന്നിൽ നിന്ന് മാറ്റുകയും തകർന്ന ക്രോസ് ബാർ പുനഃസ്ഥാപിക്കാനുള്ള നടപടിയും ബുധനാഴ്ചയോടെ തുടങ്ങുകയും ചെയ്തു. പുതിയ പാലം യാഥാർത്ഥ്യമായതോടെ പഴയ പാലത്തിലൂടെയുള്ള ഗതാഗതം നേരത്തെ പൂർണ്ണമായും തടഞ്ഞിരുന്നു. പാലം പൈതൃകമായി സംരക്ഷിക്കുമെന്ന് അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി നൽകിയ ഉറപ്പിൻ്റെ ഭാഗമായി അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി പെയിൻറ്റിംഗ് ഉൾപ്പെടെ നടത്തിയാണ് വൺ വേ ഗതാഗതത്തിന് തുറന്നുകൊടുത്തത്. ഇരിട്ടിയിൽ നിന്നും ഉളിക്കൽ, ഇരിക്കൂർ ഭാഗങ്ങളിലേക്ക് പോകേണ്ട ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളാണ് പഴയ പാലം വഴി പോയിക്കൊണ്ടിരുന്നത്. പാലത്തിൻ്റെ പ്രവേശന കവാടത്തിൽ ഭാരം കയറ്റിയ വാഹനങ്ങൾക്ക് ഗതാഗത നിരോധനം ഏർപ്പെടുത്തിയതായുള്ള ബോർഡും സ്ഥാപിച്ചിരുന്നു. ഇതൊന്നും ശ്രദ്ധിക്കാതെയാണ് വലിയ കണ്ടെയ്നർ ലോറി പാലത്തിലേക്ക് അമിത വേഗതയിൽ പ്രവേശിച്ച് പാലത്തിൻ്റെ ക്രോസ് ബാർ ഇടിച്ചു തകർത്തത്. ഇതുമൂലം ഉണ്ടായ 1,00,000-ഓളം രൂപയുടെ നഷ്ടം ഉടമയിൽ നിന്നും ഈടാക്കിയാണ് ലോറി വിട്ടു നൽകിയിരിക്കുന്നത്.